അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രകഥയുടെ തുടക്കം. എല്ലാവരും തുടർന്ന് കേൾക്കുക. അങ്ങനെ ആ മനുഷ്യനെ ചക്രവർത്തിയുടെ അരികിൽ കൊണ്ടുവന്നു. രാജാവ് അയാളോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങളെങ്ങനെ ഈ കൊട്ടാരത്തിനകത്തെത്തി? ചക്രവർത്തി ആ ആഗതനോട് ചോദിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ ഇവിടെ എത്തിച്ചേർന്നു. അവന്റെ കഴിവിന് അതീതമായി വല്ലതും ഉണ്ടോ? ആഗതൻ ചോദിച്ചു. ശരി, എന്നാൽ നിങ്ങൾ ഇത്രയും പാടുപെട്ട് ഇവിടെ വന്നത് എന്തിനാണ്? അപ്പോൾ അയാൾ പറഞ്ഞു, എന്റെ ഒരു ഒട്ടകത്തെ കാണാതായിട്ടുണ്ട്. അത് ഇവിടെ എങ്ങാനും വന്ന് പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അന്വേഷിച്ചു വന്നതാണ് ഞാൻ. അപ്പോൾ രാജാവ് അയാളോട് ചോദിച്ചു, താങ്കൾക്ക് ചിത്തഭ്രമം പിടിച്ചോ? ആരെങ്കിലും കൊട്ടാരത്തിലേക്ക് കുതിരയെ തിരഞ്ഞു വരുമോ? രാജാവിന്റെ ചോദ്യം കേട്ട് ആഗതൻ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ രാജാവ് കോപാകുലനായി ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്? അപ്പോൾ ആഗതൻ പറഞ്ഞു, ഒന്നുമില്ല. രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കുതിരയെ അന്വേഷിച്ചു വന്ന് എനിക്ക് ഭ്രാന്താണെന്ന് അങ്ങയും അങ്ങയുടെ പരിചാരകന്മാരും ഒന്നടങ്കം പറയുന്നു. എന്നാൽ ശരി, സമ്മതിച്ചിരിക്കുന്നു, എനിക്ക് ഭ്രാന്ത് തന്നെ. എന്നാൽ എന്നേക്കാൾ കൂടുതൽ ഭ്രാന്ത് ചക്രവർത്തിക്കാണ് എന്ന് ഞാൻ പറയുന്നു. ഇത് തനിക്ക് ഭ്രാന്താണെന്നോ? അതെ തിരുമേനി. അതെ, അങ്ങ് സുഖലോലുപതനായി ഈ കൊട്ടാരത്തിൽ ജീവിക്കുന്നു. വെഞ്ചാമരം വീശാൻ കന്യകമാർ, ആജ്ഞാനുവർത്തികളായ പരിചാരകന്മാർ, വളരെ സ്വാദോടുകൂടിയുള്ള ഭക്ഷണ വിഭവങ്ങൾ എല്ലാം കൈപ്പടിയിൽ ഒതുങ്ങി നിൽക്കുന്നു. അങ്ങ് ഭൗതിക സുഖത്തിന്റെ ഏറ്റവും വലിയ പ്രൗഢിയിലാണ് വാഴുന്നത്. ഇങ്ങനെ സുഖസമൃദ്ധിയിൽ വാഴുന്നതോടൊപ്പമാണ് അങ്ങ് അള്ളാഹുവിനെ സാമീപ്യം ആഗ്രഹിക്കുന്നത്. പാരത്രിക ജീവിതം കൊതിക്കുന്നു. സർവലോക രക്ഷിതാവിന്റെ പ്രീതി കാംക്ഷിക്കുന്ന ഭൗതിക സുഖത്തിന്റെ പരിലാളനം ഏറ്റുകൊണ്ട് ആഖിറത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് രാജകൊട്ടാരത്തിൽ ഒട്ടകത്തെ തിരയുന്നതിനേക്കാൾ എത്രയോ അബദ്ധമാണ്. പ്രഭുവേ, ഇബ്രാഹിം ഇബ്നു അദ്ഹം ആ മനുഷ്യന്റെ വാക്കുകൾ കേട്ട് ഞെട്ടിത്തരിച്ചുപോയി. ഇത്രകാലം മൂഢസ്വർഗത്തിലാണെന്ന് ഉള്ള ഉത്തമ വിശ്വാസം രാജാവിന് ഉണ്ടായി. അങ്ങനെ ചക്രവർത്തിയുടെ മനസ്സിൽ ആയിരം ചിന്തകൾ മുളപൊട്ടുവാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം എന്തോ സംശയം തീർക്കാൻ ഉള്ളതുപോലെ ആഗതന്റെ മുഖത്തേക്ക് ഒന്നും കൂടി നോക്കി. അത്ഭുതം, അയാളെ അവിടെയെങ്ങും കാണാനുണ്ടായിരുന്നില്ല. തന്റെ അടുക്കൽ വന്നത് വെറും സാധാരണ മനുഷ്യനല്ലെന്ന് രാജാവിന് ബോധ്യമായി. പശ്ചാത്താപം കൊണ്ട് ആ ഹൃദയം നീറിപ്പുകഞ്ഞു. രാജാവിന്റെ ഇരു കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകിത്തുടങ്ങി. യാ റബ്ബി, എന്തൊരു ജീവിതമാണ് ഞാൻ ഇതുവരെ നയിച്ചത്. ഐഹിക ജീവിതത്തിലെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ജീവിതത്തിലെ വിലപ്പെട്ട എത്രയോ ദിവസങ്ങളാണ് ഞാൻ തുലച്ചത്. അങ്ങനെ ചിന്തിച്ചു അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു ഭീതി കടന്നുകൂടി. ഭൗതിക സുഖത്തിനു വേണ്ടി ആറാടുവാൻ ജീവിച്ചതല്ലാതെ എന്റെ നന്മക്ക് നിദാനമായ ഒരു പ്രവർത്തനവും എന്നിൽ ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഇപ്പോൾ അങ്ങനെ ഒരു ചിന്തയുണ്ടായതോ? എന്റെ മനസ്സിനെ നേർവഴിയിലേക്ക് തിരിക്കാൻ വന്ന ആ അജ്ഞാതൻ ആരായിരിക്കും? അയാൾ പറഞ്ഞത് എത്ര ശരിയാണ്. അയാൾ രാജകൊട്ടാരത്തിൽ തന്റെ ഒട്ടകത്തെ തിരയുന്നു. സുഖലോലുപതയിൽ ഇരുന്നു കൊണ്ട് പാരത്രിക മോക്ഷം കൊതിക്കുന്നു. ഇല്ല, ഞാൻ ഇനി ഒരിക്കലും ഈ സിംഹാസനത്തിൽ ഇരിക്കുകയില്ല. അതുപോലെ തന്നെ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായ മറ്റൊരു അനുഭവം. ചക്രവർത്തി നായാട്ട് കഴിഞ്ഞു വന്നപ്പോൾ തന്റെ മുറി വൃത്തിയാക്കിയിരുന്ന സ്ത്രീ അവിടെയുണ്ടായിരുന്ന പട്ടുമെത്തയിൽ കിടന്നുറങ്ങുന്നു. ദേഷ്യം പൂണ്ട ആ രാജാവ് ആ സ്ത്രീയെ അടിക്കുകയുണ്ടായി. അടികൊണ്ട് ആ സ്ത്രീ ആദ്യം ചിരിക്കുകയും പിന്നീട് കരയുകയും ചെയ്തു. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, എനിക്കൊരടി അങ്ങേക്കും. രാജാവ് ആ സ്ത്രീയോട് അതിന്റെ വിശദീകരണം ചോദിച്ചു. അല്ലയോ മഹാരാജാവേ, എനിക്കൊരു അബദ്ധം പിണഞ്ഞു. തൊട്ടുമുന്നിൽ ഒരു സുഖം കണ്ടപ്പോൾ എനിക്കതൊന്ന് ആസ്വദിക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങ് പൂന്തോട്ടത്തിൽ ഉല്ലസിക്കാൻ പോയ ആ സമയത്താണ് ഞാൻ ഈ റൂം വൃത്തിയാക്കാൻ എത്തിയത്. എന്റെ അവിവേകം അല്ലാതെ ഞാൻ എന്തു പറയാൻ? അങ്ങയുടെ ഈ റൂമിന്റെ മനോഹാരിത എന്നെ അത്ര വല്ലാതെ അങ്ങ് ആകർഷിപ്പിച്ചു. എനിക്കതൊന്ന് തൊട്ടു നോക്കാനാണ് ആദ്യം തോന്നിയത്. തൊട്ടപ്പോൾ ഒരു തരം ആഗ്രഹം എന്നെ പിടികൂടി. ആ മൃദുമെത്തയിൽ ഒന്ന് കിടക്കണം, അതായിരുന്നു എന്റെ വല്ലാത്ത ആഗ്രഹം. അങ്ങയുടെ ഭീമമായ ശിക്ഷകളെ കുറിച്ചൊന്നും ഞാൻ അപ്പോൾ ഓർത്തില്ല. അതിൽ കയറിക്കിടന്നു അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയി. അതാണ് സംഭവിച്ചത്. പ്രഭുവേ, ദാസിയുടെ സംഭാഷണം കേട്ട് രാജാവ് പറഞ്ഞു, അതെല്ലാം നിന്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ചക്രവർത്തി അയാളോട് ചോദിച്ചു, നീ അടികൊണ്ട ഉടനെ ചിരിച്ചത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്നാൽ ഞാൻ ചെയ്ത ഈ തെറ്റിന് അതികഠിനമായ ശിക്ഷയാണ് ഞാൻ അങ്ങയിൽ നിന്നും പ്രതീക്ഷിച്ചത്. എന്നാൽ അത് ഈ പ്രഹരം കൊണ്ട് അവസാനിച്ചു. അതിന്റെ സന്തോഷത്തിലാണ് ഞാൻ ചിരിച്ചത്. പിന്നെ നീ എന്തിനാണ് പൊട്ടി കരഞ്ഞതെന്തിനാണ്? അത് ഞാൻ ഒരു കാര്യം ഓർത്തുകൊണ്ടാണ്. അത് അങ്ങയുടെ പരിതാപകരമായ അവസ്ഥ.
എനിക്ക് അങ്ങയിൽ നിന്ന് കിട്ടിയ അടിക്ക് ഒരു പരാതിയുമില്ല. നേരെ മറിച്ച് എനിക്ക് സന്തോഷമേ ഉള്ളൂ. കേവല നിമിഷം മാത്രം ഞാൻ ഈ മൃദുല മെത്തയിൽ വിശ്രമിച്ചതിന് എന്റെ യജമാനനായ അങ്ങയിൽ നിന്ന് എനിക്ക് ലഭിച്ചത് ഈ പ്രഹരം മാത്രമാണ്. എന്നാൽ സകല ദിവസവും ഈ മെത്തയിൽ കിടന്നുറങ്ങുകയും സുഖാഡംബരങ്ങളും ആസ്വദിക്കുന്ന അങ്ങേക്ക് അങ്ങയുടെയും എന്റെയും യജമാനനിൽ നിന്നും കിട്ടുന്ന ശിക്ഷ എന്തായിരിക്കുമെന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ പൊട്ടിക്കരഞ്ഞത് പ്രഭുവേ. ഒരു നിമിഷം രാജാവ് പ്രതിമയെപ്പോലെ നിശ്ചലമായി നിന്നുപോയി. തനിക്ക് ഒരിക്കലും പിറകോട്ട് നോക്കേണ്ടി വന്നിട്ടില്ലാത്ത പ്രഭുവിന് തന്റെ പൂർവ്വകാല ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്ത് വേട്ടയാടാൻ തുടങ്ങി. വെറും അനിശ്ചിതമായ സുഖാഡംബരങ്ങളിൽ വാരിപ്പുണർന്നുകൊണ്ട് തന്റെ കീർത്തിക്ക് വേണ്ടി രക്തച്ചൊരിച്ചികൾ നടത്തിക്കൊണ്ട് ഇത്രയും കാലം ജീവിതം നയിച്ചു. ഇതുവരെ അതെല്ലാം ഒരു ഹരമായിരുന്നു. ആസ്വാദകരമായ ജീവിതത്തെ വാരിപ്പുണരുന്നതിനിടയിൽ പാരത്രിക ലോകത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചില്ല. തന്റെയും ലോകത്തിന്റെയും യജമാനനായ അല്ലാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച് അല്പം പോലും ഞാൻ ഓർത്തതേയില്ല. ഇപ്പോൾ ഇതാ ഈ അടിമപ്പെണ്ണ് തന്റെ കണ്ണു തുറപ്പിച്ചിരിക്കുന്നു. അവൾ വലിയൊരു ജീവിതപാഠം തന്നെ എന്നെ പഠിപ്പിച്ചിരിക്കുന്നു. ഒരു നിമിഷം അവൾ ഈ മെത്തയിൽ കിടന്നുറങ്ങിയതിന് അവളുടെ യജമാനനിൽ നിന്നും പ്രഹരം കിട്ടി തനിക്കോ? ജീവിതത്തിൽ സ്വന്തം സുഖം മാത്രം നോക്കിയിട്ടുള്ളൂ. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിച്ചു. മറ്റുള്ളവരുടെ രക്തച്ചൊരിച്ചിലും കണ്ണുനീരിലും തന്റെ സുഖം കെട്ടിപ്പടുത്തു. തന്റെ സുഖമാളിക കെട്ടിപ്പടുക്കുന്നതിൽ തനിക്ക് ഒരിക്കലും ഒരു കുറ്റബോധവും തോന്നിയില്ല. എന്നാൽ ഇതെല്ലാം ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ വന്നടിക്കുകയാണ്. പൂർവ്വകാല ജീവിതത്തിലെ പല നാളുകളും തന്നെ വേട്ടയാടുകയാണ്. രാജാവ് പിന്നെ ഒരക്ഷരം ഉരിയാടിയില്ല. അടിമപ്പെണ്ണിന്റെ വാക്കുകൾ രാജാവിന്റെ മനസ്സിൽ അമ്പെയ്ത പോലെ മുറിവ് സൃഷ്ടിച്ചു. ഊണിലും ഉറക്കത്തിലും അദ്ദേഹത്തിന്റെ താല്പര്യം ഇല്ലാതെയായി. തന്റെ പാപങ്ങൾക്ക് എങ്ങനെ പ്രാശ്ചിത്തം ചെയ്യണമെന്നറിയാതെ അദ്ദേഹം വിഷമിച്ചു. ഇത്രയും കാലം ഭൗതിക സുഖത്തിൽ ആറാടിയ തന്റെ ജീവിതം എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ പശ്ചാത്താപത്തിന്റെ വെളിച്ചം വീശിത്തുടങ്ങി. അള്ളാഹുവിന്റെ ഹിദായത്തിന് ഭാഗ്യം സൃഷ്ടിച്ചവർ അവർ എത്ര ദുർവൃത്തരാണെങ്കിലും ശരി, ചെറിയ സംഭവം അതിമഹത്തായ വഴിത്തിരിവ് സൃഷ്ടിക്കാൻ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഈ അടിമപ്പെണ്ണുമായുള്ള സംഭവത്തിന് ശേഷം ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന് ഒരിക്കലും മതിമറന്ന് ഭൗതിക സുഖലോലുപതയിൽ ആറാടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പുതിയ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കണമെന്നുള്ള ആഗ്രഹം തന്നെ ഇല്ലാതെയായി. ആഡംബരങ്ങളിൽ നിന്നും അകലുവാനായി അദ്ദേഹം തീരുമാനിച്ചു. എങ്കിലും ഐഹിക ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് ഒഴിഞ്ഞു പോരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ഉടമയല്ലേ, പെട്ടെന്ന് ഒഴിഞ്ഞു പോരാൻ അദ്ദേഹത്തിന് സാധിക്കുമോ? ഈ ഒരു ചിന്ത കൊണ്ട് മാത്രം അദ്ദേഹം വീണ്ടും ഭരണത്തിൽ തുടരുകയാണ്. രാജാവായി ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നതും പുണ്യമല്ലേ? ആ നിലക്കായി പിന്നെ അദ്ദേഹത്തിന്റെ ചിന്തകൾ തന്റെ പ്രജകളെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും അവരുടെ കണ്ണുനീരൊപ്പുകയും അവരുടെ വിഷമതകൾ പരിഹരിക്കുകയും ചെയ്തുകൊണ്ടായി പിന്നീട് രാജാവിന്റെ ജീവിതം. അങ്ങനെ തിരക്കിട്ട ജീവിതത്തിനിടയിലും നമസ്കരിക്കാനും ഖുർആൻ ഓതുവാനും മറ്റു കാര്യങ്ങൾക്കും അദ്ദേഹം സമയം കണ്ടെത്തി. ഭൗതിക കാര്യങ്ങളിൽ തീർത്തും വിമുക്തിയില്ലെങ്കിലും പരലോക ചിന്തകളെ കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വിങ്ങിപ്പുഴഞ്ഞുകൊണ്ടിരുന്നു. പരലോകത്തെക്കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചുമുള്ള അറിയുവാനുള്ള ജിജ്ഞാസ അദ്ദേഹത്തിന്റെ മനസ്സിൽ വർദ്ധിച്ചുകൊണ്ടിരുന്നു. മതപ്രഭാഷണങ്ങളും മറ്റ് ദീനീയായ കാര്യങ്ങളും നടക്കുന്നിടത്തെല്ലാം അദ്ദേഹം എത്തിച്ചേർന്നു. പണ്ഡിതന്മാരുടെയും സൂഫി വര്യന്മാരുടെയും ആഗമന വാർത്ത അറിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹം അവിടെ എത്തിച്ചേരുകയും അവരിൽ നിന്നും വിജ്ഞാനം ശേഖരിക്കുന്ന പതിവ് രാജാവ് തുടർന്നുകൊണ്ടേയിരുന്നു. നമ്മുടെ രാജ്യത്ത് മഹാനായ ഒരു സൂഫി വര്യൻ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ എത്തിച്ചേരുന്നു. ഒരു ഭടൻ വന്ന് രാജാവിനെ ഉണർത്തിച്ചതാണ് ഈ വിവരം. സൂഫി വര്യനോ? എങ്കിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഒന്ന് നമുക്കും കേൾക്കണം. ഉടൻ തന്നെ ആ പ്രഭാഷണം കേൾക്കുവാൻ പോവാൻ രാജാവ് സന്നദ്ധനായി. സാധാരണക്കാരുടെ യാത്ര പോലെയല്ലല്ലോ മഹാരാജാവ് എങ്ങോട്ട് പുറപ്പെടുകയാണെങ്കിലും കൂടെ കുറെ സൈന്യങ്ങളും പരിചാരകന്മാരും കൂടെ ഉണ്ടാകും. ഉപദേശം കേൾക്കുവാൻ പോവുകയാണെന്ന് വെച്ച് അതില്ലാതാക്കാൻ പറ്റുമോ? അങ്ങനെ പരിവാരന്മാരോടുകൂടി രാജാവ് പ്രഭാഷണ സ്ഥലത്ത് എത്തി. ജനങ്ങളെല്ലാം സൂഫി വര്യരുടെ പ്രഭാഷണത്തിൽ മുഴുകിയിരിക്കുകയാണ്. ചിലരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അധികം അകലെ നിന്നല്ലാതെ കുതിരയുടെ ഒരു ആരവം കേട്ടത്. കുതിരക്കുളമ്പടി ശബ്ദം.
ജനങ്ങളിൽ ബഹുഭൂരിഭാഗവും അങ്ങോട്ട് തിരിഞ്ഞു നോക്കി. നിമിഷങ്ങൾക്കകം ആ സംഘം അവിടെ എത്തി. രാജാവും പരിവാരങ്ങളുമായിരുന്നു അത്. രാജാവിന്റെ ആഗമന വാർത്തയറിഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം അമ്പരന്നു. തങ്ങൾ മഹത്തായ ദീനിന്റെ മജ്ലിസിൽ ആണെന്നുള്ള വിവരം അവരുടെ മനസ്സിൽ നിന്നും ചോർന്നുപോയി. അവരെല്ലാം രാജസന്നിധിയിലേക്കൂടി ആ കാൽ തൊട്ട് വന്ദിച്ചു രാജാവിന് വരവേൽപ്പ് നൽകി. കേവലം സർവ്വസാധാരണമായ ഈ ആചാരം, ഇതെല്ലാം കണ്ട് ഐഹിക പരിത്യാഗിയായ ആ സൂഫി വര്യൻ ജനങ്ങളുടെ ഈ പരാക്രമം കണ്ട് അദ്ദേഹത്തിന് കളിയിളകി. സാധാരണ കോപം എന്ന വികാരത്തിന് അടിമപ്പെടുന്നവരല്ല സൂഫി വര്യന്മാർ. എന്നാൽ ദീനിന്റെ കാര്യത്തിൽ അവർക്ക് കോപം വരും. ഇവിടെ അതാണ് സംഭവിച്ചത്. അള്ളാഹുവിനെ കുറിച്ചും ദീനിനെ കുറിച്ചും സംസാരിക്കുന്ന മഹത്തായ സദസ്സ്. കേവലം ഒരു മനുഷ്യന്റെ ആഗമനത്തിന് വരവേൽക്കുക, മനുഷ്യനെ വന്ദിക്കുക, അതും ആവശ്യത്തിലധികം. അതിന് ദീനിന്റെ കാര്യം പോലും വിസ്മരിക്കുക. പിന്നെ എങ്ങനെയാണ് സൂഫി വര്യന് കോപം വരാതിരിക്കുക? ജനങ്ങളെല്ലാം ഒന്ന് ശാന്തമായപ്പോൾ ആ പണ്ഡിതൻ തുടർന്നു. അദ്ദേഹം ആക്രോശിച്ചു പറഞ്ഞു, കേവലം ഒരു മനുഷ്യനായ ഇബ്രാഹീമിനെ നിങ്ങൾ എന്തിനാണ് ഇത്രയധികം ബഹുമാനിക്കുന്നത്? അതിനു വേണ്ടി ദീനിന്റെ സദസ്സ് പോലും നിങ്ങൾ അവഗണിച്ചു. ഇതൊരിക്കലും നല്ലതല്ല. നിങ്ങൾ എന്താണ് ഈ വിചാരിക്കുന്നത്? ഇബ്രാഹിം ഭൗതിക രാഷ്ട്രത്തിന്റെ ഒരു ചക്രവർത്തി തന്നെ, സമ്മതിച്ചു. എന്നാലും ചക്രവർത്തികളുടെ ചക്രവർത്തിയായ രാജാതിരാജനായ അള്ളാഹുവിനെ നിങ്ങൾ ഒരിക്കലും മറന്നു കളയരുത്. അവന്റെ അടുത്ത് രാജാവായ ഇബ്രാഹിമും പ്രജകളായ നിങ്ങളും എല്ലാവരും സമന്മാരാണ്. ഒരുപക്ഷെ ഇബ്രാഹിമിനേക്കാൾ അള്ളാഹുവിന് പ്രിയങ്കരം നിങ്ങളായിരിക്കാം. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ പാരത്രിക വിജയം കൈവരിക്കാനാവുകയുള്ളൂ. എന്നാൽ ഇബ്രാഹിം അവന്റെ നാഥനെ സ്മരിക്കുന്നില്ല, അള്ളാഹുവിന്റെ ആജ്ഞകൾ സ്വീകരിക്കുന്നില്ല. ഭൗതിക സുഖലോകങ്ങൾക്ക് മാത്രമുള്ളതാണ് ഇബ്രാഹിമിന്റെ ജീവിതം. ഇത്ര നിരപരാധികളുടെ രക്തം ചിന്തിയാണ് രാജാവ് ഈ രാജ്യം പടുത്തുയർത്തിയത്. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്, അവന്റെ കൽപ്പനകൾ വിസ്മരിച്ചുകൊണ്ട് എന്തെല്ലാം വേണ്ടാത്ത പ്രവൃത്തികളാണ് ഇബ്രാഹിം കാണിച്ചത്. നാളെ പരലോകത്ത് ഇതിനെല്ലാം കയ്യും കെട്ടി സമാധാനം പറയേണ്ടി വരുമെന്ന് നിങ്ങളുടെ രാജാവ് ഓർക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഭൗതികത്വത്തിന്റെ മായാജാലങ്ങളിൽ അദ്ദേഹം മതിമറന്നിരിക്കുകയാണ്. അങ്ങനെ സൂഫി വര്യന്റെ പ്രസംഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ഒന്നടങ്കം മിഴിച്ചു നോക്കുന്നു. ഇതെന്തു കഥ? ഈ പണ്ഡിതന്റെ ശിരസ് മുറിഞ്ഞു വീഴാറായി അവരെല്ലാവരും തീരുമാനിച്ചു. ജനങ്ങൾ പറഞ്ഞതുപോലെ അതൊന്നും സംഭവിച്ചില്ല. ആ പ്രഭാഷകൻ പ്രഭാഷണം തുടർന്നുകൊണ്ടിരുന്നു. ഇബ്രാഹിം ഇബ്നു അദ്ഹം സാധാരണ ജനങ്ങളുടെ കൂട്ടത്തിലിരുന്ന് ആ പ്രസംഗം മുഴുവൻ ശ്രദ്ധിച്ചു കേട്ടു. എന്നാൽ രാജാവിന് അല്പം പോലും കോപം വന്നില്ല. ഇദ്ദേഹം പറയുന്നത് പരമാർത്ഥമാണ്. അദ്ദേഹം ചിന്തിച്ചത് അപ്രകാരമായിരുന്നു. താൻ ഇതുവരെ പരലോകത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ ഗുണത്തിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. സ്വാർത്ഥ താല്പര്യത്തിൽ മാത്രം ജീവിച്ചു പോന്നു. സൂഫി വര്യന്റെ പ്രസംഗം കേട്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകിത്തുടങ്ങി. അങ്ങനെ പ്രഭാഷണം അവസാനിച്ചു. ജനങ്ങൾ അവരവരുടെ വഴികൾ നോക്കി പിരിഞ്ഞുപോയി. എന്നാൽ രാജാവിന് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കുറെ സമയം അവിടെ തന്നെ ഇരുന്നു. അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള നടുക്കുന്ന ഓർമ്മകൾ അദ്ദേഹത്തെ വലയം ചെയ്തു. അങ്ങനെ രാജാവ് പ്രജകളെ മുഴുവൻ വിട്ട് സൂഫി വര്യന്റെ അരികിലേക്ക് ഒറ്റയ്ക്ക് നടന്നു ചെന്നു. നിങ്ങളെന്തിനാ ഇവിടെ വന്നത്? ഇത് രാജകൊട്ടാരമൊന്നുമല്ല, പർണശാലയാണ്. ഇവിടെ പട്ടുമെത്തയില്ല, മറ്റ് സുഖസൗകര്യങ്ങൾ ഒന്നും തന്നെയില്ല. പിന്നെ എന്തിന് നിങ്ങൾ ഇങ്ങോട്ട് വന്നു? സൂഫി വര്യന്റെ ഈ വാക്കുകൾ രാജാവിനെ കുത്തി നോവിച്ചു. അപ്പോൾ വിനയാന്വിതനായിക്കൊണ്ട് രാജാവ് സൂഫി വര്യനോട് പറഞ്ഞു, ഭൗതിക ലോകത്തിന്റെ സുഖാഡംബരങ്ങളെല്ലാം വിട്ട് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ച മഹാനുഭാവ, എന്നോട് ക്ഷമിക്കൂ. അങ്ങ് പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയാണ്. ഒരു തരം വിഭ്രാന്തിയിലായിരുന്നു ഞാൻ. ഭൗതിക സുഖം മാത്രം നേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച എനിക്ക് ശാശ്വതമായ പരലോക ജീവിതത്തെ കുറിച്ച് ഒരിക്കൽ പോലും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. യൗവനത്തിന്റെ ഊർജവും കരുത്തും എന്റെ ശരീരത്തിൽ പടർന്നു കയറിയപ്പോൾ എല്ലാവിധ അഹങ്കാരവും അടക്കി ഭരിച്ചു. എന്റെ സാമ്രാജ്യം പടുത്തുയർത്തുന്നതിനു വേണ്ടി ഒരുപാട് മനുഷ്യരെ ഞാൻ ബലിയാടാക്കി. എന്നാൽ അങ്ങയുടെ ഉപദേശം എന്റെ കണ്ണ് തുറപ്പിച്ചിരിക്കുന്നു. ദയവ് ചെയ്ത് അങ്ങ് എന്നോട് ക്ഷമിക്കണം. അങ്ങയുടെ ശിഷ്യന്മാരിൽ ഒരാളായി എന്നെ സ്വീകരിക്കണം. അങ്ങയുടെ വിലയേറിയ ഉപദേശങ്ങൾ എനിക്ക് കേൾക്കണം. അങ്ങയുടെ വാക്കുകൾ കൊണ്ട് എനിക്ക് ഇസ്ലാമിൽ ഉയർന്നു വരണം. എന്റെ പശ്ചാത്താപം സ്വീകരിക്കാൻ അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ രാജാവിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകിത്തുടങ്ങി. അങ്ങനെ ചക്രവർത്തിയുടെ പശ്ചാത്താപത്തിന്റെ മനസ്സ് കണ്ട് ആ സൂഫി വര്യന്റെ മനസ്സിൽ വാത്സല്യമുദിച്ചു.
ആ സൂഫി വര്യൻ ചക്രവർത്തിയെ മാറോടണച്ചുകൊണ്ട്, മഹാരാജാവെ, അങ്ങോട്ടും വ്യാകുലപ്പെടേണ്ട. തീർച്ചയായും പശ്ചാത്താപിക്കുന്നവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. പാപം ഉഹദ് മലയോളം ഉണ്ടെങ്കിലും ആത്മാർത്ഥമായ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കും. അതിന് പ്രതിവിധിയാണത്. അതുകൊണ്ട് അങ്ങയുടെ പശ്ചാത്താപം ആത്മാർത്ഥമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് താങ്കൾ സന്തുഷ്ടമുക്തനായി തിരിച്ചു പോവുക. അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ ചരിത്രകഥ ഇവിടെ ചുരുക്കുന്നു. അടുത്ത വീഡിയോയിൽ തുടർന്ന് കേൾക്കുക. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമന്റും ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ കേൾക്കുക.